ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആതിരാസ് യൂട്യൂബ് ചാനൽ. അതെ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇൻട്രോ വേറൊരാളാട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വേറെ കൂടല്ല, ഞങ്ങളുടെ അരവിന്ദിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന പോക്കാണ്. അപ്പോൾ അവൻ ഞങ്ങളുടെ പഠിച്ചാണ്, എനിക്ക് അവനെ കുഞ്ഞിലേ മുതൽ അറിയാവുന്നതാണ്. മോദാനെ ഫ്രണ്ട് എനിക്ക് അവൻ ശരിക്കും ഒരു ബ്രദറിനെ പോലെയാണ്. അപ്പോൾ അത് ആഘോഷിക്കാനുള്ള പോക്കാണ് ഞങ്ങൾ ഈ പോകുന്നത്. ഞാൻ ബർത്ത്ഡേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ നേരത്തെ ആഘോഷിക്കുന്ന വേറെ ഒന്നുമല്ല, ഞങ്ങളെല്ലാവരും ഇപ്പോൾ നാട്ടിലുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ പോകും. ഗ്യാസ് വരുന്നതുകൊണ്ട് എല്ലാം ലാൻഡ് ചെയ്തേക്കുവാണ്. പിന്നെ ഞങ്ങളെവിടെ പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അത് വഴിയരികി പൊട്ടാറാണ് പതിവ്. ഇതും അതുപോലെ തന്നെയായിരുന്നു, പുതുമയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങൾ കേക്ക് മേടിച്ച് ഒളിച്ച് നിന്നപ്പോഴത്തേക്കും ആ വഴിയിൽ നിന്ന് എവിടെ നിന്നൊന്നും അറിയാണ്ട് പൊട്ടിമുള ചാമോണ്ണ നടന്നു വരുന്നുണ്ടായിരുന്നു കുറേ പേപ്പറൊക്കെ ആയിട്ട്. അതങ്ങനെ അവിടെ നിന്ന് പൊട്ടി. പിന്നെ അത് സർപ്രൈസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അതിനില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ അതുവരെയൊക്കെ അഭിനയിച്ച് നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ വീട്ടിൽ ചെല്ലിൽ ഒരുത്തിയുടെയും കൂടി ബർത്ത്ഡേ വരാനുണ്ട്. അപ്പോൾ അവളുടെ പേരും കൂടി ആ കേക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് എഴുതിയത്. കീർത്തനയുടെ പ്ലാനായിരുന്നു നമ്മൾ ഇൻട്രോ കൊടുത്ത ആളില്ലേ അവളുടെ. കാരണം അവളിനി ഇപ്പോൾ അടുത്ത് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവളുടെയും കൂടി പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനൊരിത്തിരി ഇൻവെർട്ടർ ആയതുകൊണ്ട് ക്യാമറ കാണുന്ന അലർജിയാണ്. അതിനെ തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് ആ കേക്ക് കണ്ടത്. പിന്നെ ഒരു ലോഡ് പുച്ഛമായിരുന്നു. പിന്നെ 5 രൂപയൊക്കെ അഭിനയിക്കാൻ പറഞ്ഞാൽ 500 രൂപയൊക്കെ അഭിനയിക്കും. അങ്ങനത്തെ ടീംസാണ് കൂടെ ഉള്ളത്. കേക്കെല്ലാം മുറിച്ച് കഴിഞ്ഞ് കേക്കിന് മുടക്കിയ പൈസ മുതലാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി നേരെ അരവിന്ദിനെ വിളിച്ചിട്ട് അടുത്തുള്ള കസർലബാനിൽ ചെന്നു. എന്തായാലും കേക്കിന് മുടക്കിയതിനും ഡബിൾ പൈസ അവിടെ കൊടുത്തിട്ടാണ് എന്തായാലും പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി എന്തൊക്കെയോ ഓർഡർ ചെയ്ത് എന്തൊക്കെയോ മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്ന് ഇത്ര ഉണ്ടായുള്ളൂ. ബാക്കി ശേഷമായിട്ട് നാളെ കാണാം. അപ്പോൾ ടാറ്റ.